എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിലെ മഹത്തായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. വലിയൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതിനാദ്യമേ തന്നെ നിങ്ങളെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 100% റീഫണ്ടോടാണ് ഞാൻ ഈ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുന്ന എന്ന രീതിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക. അതിനായി എനിക്ക് സാധിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കട്ടെ. പണത്തിനെ ഞാൻ ലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. സത്യത്തിലും ധർമ്മത്തിലും ഊന്നി ലഭിക്കുന്ന പണം കൊണ്ടേ പ്രയോജനമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ, നിങ്ങൾ സന്തോഷത്തോടെയല്ല എനിക്ക് തരുന്നതെങ്കിൽ പണം, പിന്നെ അങ്ങനെയുള്ള പണം എനിക്ക് ആവശ്യമില്ല, അങ്ങനെയുള്ള സമ്പത്ത് എനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവട്ടെ. അപ്പോൾ ഈ കോഴ്സിലോട്ട് ഞാൻ കടക്കുകയാണ്. എന്താണ് ഈ കോഴ്സ്? ഈ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ഏത് വ്യക്തികളുടെയും ജീവിതത്തിൽ മിറാക്കിൾസ് പോലെ മാറ്റങ്ങൾ സംഭവിക്കാനാണ്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. വളരെ തുലോം തുച്ഛം ആൾക്കാരുടെ ജീവിതത്തിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവാറുള്ളൂ. അത് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പുറമേ ചിരിക്കുമെങ്കിലും ഉള്ളിൽ നമുക്കും എവിടേക്കോ ഒരു ചിന്ത ഉണ്ടാകും, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരാത്തത്, ഞാനും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടുകളിൽ ഉഴലുന്നേ, എനിക്ക് അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല, പക്ഷേ എനിക്കെന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒന്നൊഴിയാതെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഹാപ്പിയായിട്ട് എന്താ ഇരിക്കാത്തത്? ഇതൊക്കെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം നമ്മൾ ഇത്രയും നാളും പുറത്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്, വെളിയിൽ പുറം ലോകത്തായിരുന്നു. ആദ്യമായി നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് അന്വേഷിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഒന്നും പരിഹരിക്കാനല്ല പോകുന്നത്, നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ഒരു ചേഞ്ചാണ് വരുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളൊന്നും പരിഹരിക്കാൻ വേണ്ടിയല്ല പോകുന്നത്, നമ്മൾ മൊത്തത്തിൽ പരിസ്ഥിതി തന്നെ അങ്ങ് മാറ്റാൻ പോവുകയാണ്. പരിസ്ഥിതി മാറിക്കഴിയുമ്പോൾ എല്ലാം മാറും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യ ഭാഗം കടക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മാജിക്കുകളാണ് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ മാത്രം കഴിവുകൾ കൊണ്ടുമല്ല. ഈ പ്രകൃതിയുടെ നിയമത്തെ നമ്മൾ അനുസരിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കാൻ പോവുകയാണ്, അതിനെ ഫോളോ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മളിൽ ഓട്ടോമാറ്റിക്കായി നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചം തരുന്നതായ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതിനെ മനസ്സിലാക്കാത്തവരാണ് മിറാക്കിൾസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാത്തതുകൊണ്ട് അത് നിയമമായിരുന്നു, അത് പണ്ടേക്ക് മുതലേയുള്ള നിയമങ്ങളാണ്. കുറച്ച് പേര് മാത്രം അത് അവരുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. ഇതൊരു അത്ഭുത വിളക്കുമല്ല, ഇതൊരു രഹസ്യവുമല്ല, ഇതാർക്കും ഉപയോഗിക്കാം. ഇത് പോസിറ്റീവായും ഉപയോഗിക്കാം, നെഗറ്റീവായി ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഇതെപ്പോഴും പോസിറ്റീവായി ഉപയോഗിക്കുന്നവരുടെ അടുത്തേ ഈ രഹസ്യം വരത്തുള്ളൂ, നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരുടെ അടുത്ത് ഇത് ചെല്ലാറില്ലേ വിദ്യ. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണെന്നറിയും? എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാം എനർജി. നമുക്ക് ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആഹാരം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. E=mc², ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ എനർജി എന്ന് നമുക്കറിയാവോ? നമ്മളെന്താണ്? ഈ ഇരിക്കുന്ന ഞാൻ എന്താണ്? ഞാനൊരു എനർജിയാണ്. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്താണ്? നിങ്ങളും ഒരു എനർജിയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു എനർജിയാണ്. നിങ്ങളുടെ ഗുരു, ടീച്ചർമാർ, അവരെല്ലാം എനർജിയാണ്. എൻ്റെ സൈഡിലിരിക്കുന്ന ലൈറ്റ് ഒരു എനർജിയാണ്. മുകളിലിരിക്കുന്ന ഫാൻ എനർജിയാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ ഒരു എനർജിയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം എനർജിയാണ്. കഴിക്കുന്ന ഭക്ഷണം എനർജിയാണ്. ചുറ്റുമുള്ള ചെടികൾ, മരങ്ങൾ എനർജിയാണ്. സൂര്യൻ എനർജി, ചന്ദ്രൻ, സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ എനർജി അല്ലാത്തത്? ഒന്നുമില്ല. ഈശ്വരൻ എനർജി.
എല്ലാ എനർജിയാണ്. ഇതാണ് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെ സർവ്വവും എനർജിയാണ്. സർവ്വ കളിയിരിക്കുന്നതും എനർജിയിലാണ്. ആരുടെ എനർജി ഹൈ ആവുന്നു, ആരുടെ എനർജി പോസിറ്റീവ് ആവുന്നു, അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എനർജി കൂട്ടൂ, കാര്യങ്ങൾ നേടിയെടുക്കും. നമ്മളൊരു കാര്യം നേടണമെങ്കിൽ സാധാരണ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബുദ്ധിപൂർവ്വം ചിന്തിക്കും, മനസ്സിനെയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിയും മനസ്സ് പ്രവർത്തിക്കും അതിനുവേണ്ടി. ഇത്രയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനപ്പുറത്തുള്ളൊരു തലം കൂടാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാര്യങ്ങളെ മിറാക്കിൾ രീതിയിൽ നേടിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രകൃതിയുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുക, കണക്റ്റായി നിൽക്കുക. എങ്ങനെയാണ് കണക്റ്റായി നിൽക്കുന്നത്? നമ്മുടെ മനസ്സിനകത്തെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച ഭാവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നന്ദി എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. നിങ്ങളുടെ എനർജി, നിങ്ങൾ പറയും നന്ദിയുള്ളവനായിരിക്കുന്നുണ്ട് എൻ്റെ എനർജി എങ്ങനെയാണ് കൂടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരം വെളുത്ത് ഇത്രയും നേരം നമ്മൾ പറയും, എത്ര പേർക്ക് നമുക്ക് നന്ദി പറയാനുണ്ടെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ മറന്നുപോയത്, അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചു പോയവർ, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയോ നമ്മൾക്ക് നന്ദി പറയാം. നിങ്ങൾ ഓരോ തവണ നന്ദി പറയുമ്പോഴും ഓർത്തോളൂ, നിങ്ങൾക്ക് ഓരോ അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറക്കരുത്, നന്ദി പറയണം എല്ലാത്തിനും. മാതാപിതാക്കളോട്, അധ്യാപകരോട്, നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ കുഞ്ഞിനോട്, നിങ്ങളുടെ കാമുകിയോട്, നിങ്ങളുടെ കാമുകനോട്, ആർക്കൊക്കെ അവരോട് നിങ്ങൾക്ക് രാവിലെ പാല് കൊണ്ടുതരുന്ന പാൽക്കാരനോട്, പത്രക്കാരനോട് നന്ദി പറയാൻ ഈ പ്രപഞ്ചം, നദി, പുഴ, കിളി, ആരോടൊക്കെ നമുക്ക് നന്ദി പറയാനുണ്ട്. നമ്മൾ ഇവരെല്ലാം മറക്കുവാണ്. ഇവരെല്ലാം ഇല്ലാതെ നമ്മളുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം നന്ദിയുള്ളവരായിരിക്കുക. അവരെ തടഞ്ഞു നിർത്തി നന്ദി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ നല്ലത്, ഇല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും നന്ദി പറയുക. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്താനാണ് മുന്നിൽ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാരെ ആയിക്കോട്ടെ, പോലീസിനെ ആയിക്കോട്ടെ, പട്ടാളത്തെ ആയിക്കോട്ടെ, എല്ലാവരെയും കുറ്റപ്പെടുത്താനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. അതാണ് നമ്മുടെ ഡിഫോൾട്ടായുള്ള നേച്ചർ. അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ആദ്യത്തെ റൂളാണ് നന്ദിയുള്ളവരായിരിക്കുക. എല്ലാത്തിനും, എന്തിനും, ഈ പ്രകൃതിയോട്, ഈ കാറ്റിനോട്, ഈ ദിവസത്തിനോട്, നമ്മുടെ ചുറ്റുപാടിനോട്, എല്ലാത്തിനോടും നന്ദിയുള്ളതായിരിക്കുക. ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഇല്ലാത്തതൂടെ വന്ന് ചേരും. ഇല്ലാത്തതൂടെ വന്ന് ചേരും. അപ്പം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഡീറ്റെയിലായിട്ട് ക്ലാസ് എടുക്കാം. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സസൈസ് ചെയ്യിക്കാം. ഞാനൊരു ഉദാഹരണം തുടക്കത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനർജിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾക്കറിയാം നമ്മളൊരു എനർജിയാണ്. നമ്മുടെ എനർജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ശരീരം ഫുൾ എനർജിയാണ്. എങ്കിലും നമ്മളിലെ ഹയസ്റ്റ് എനർജി, ദൈവം അല്ലെ ഈശ്വരൻ നമ്മൾ വിശ്വസിക്കുന്ന എനർജി നമ്മളിൽ ഏത് രൂപത്തിൽ എവിടെയാണ് കുടികൊള്ളുന്നത്? പുറത്താണോ അതോ മേളിൽ എവിടെയെങ്കിലും ആണോ? നമ്മുടെ എല്ലാം ഉള്ളിൽ ആണ് ആ എനർജി. നിങ്ങൾ എത്ര പേര് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്? എത്ര പേര് ബൈബിൾ അല്ലെ ഖുറാൻ വായിച്ചിട്ടുണ്ട്? എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നതെന്നറിയോ? ഭഗവത്ഗീത എനർജിയായിട്ട് എന്ത് ബന്ധം നിങ്ങൾക്ക് തോന്നും? ഭഗവത്ഗീതയിൽ പറയുന്നൊരു കാര്യമാണ്, ഹേ അർജുന, നീ മനസ്സിലാക്കിക്കൊള്ളൂ, ആത്മാവിന് ജനനമില്ല, ആത്മാവിന് മരണമില്ല. ആത്മാവിന് ജനനമില്ല, ആത്മാവിന് മരണവുമില്ല. ആത്മാവ് ഒരു ശരീരം വിട്ടിട്ട് മറ്റ് ശരീരത്തേക്ക് പോകുന്നു. ഇവൻ പണ്ടേ ഉള്ളവനാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. ഒരു രൂപത്തിൽ നിന്നും മറ്റു രൂപത്തിലേക്ക് എനർജിക്ക് മാറാം. അപ്പം എനർജിയും ആത്മാവും ഒന്നാണോ? പക്ഷേ ഒന്നുണ്ട്, സർവ്വതിലും എനർജിയാണ്, സർവ്വതും എനർജിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതും എനർജിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, എനർജിയുടെ സ്രോതസ്സ്, നിങ്ങൾ ദൈവം എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് വിശ്വസിക്കുന്നത് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അവിടുന്ന് നമ്മളതിനെ ജ്വലിപ്പിക്കുകയാണ്. അതിലൂടെ നമുക്ക് വേണ്ടത് നമ്മൾ നേടിയെടുക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ആ ഈശ്വരൻ,
നിങ്ങൾ നിങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടതിനെ എടുക്കുകയാണ്. സർവ്വതും എനർജിയാണ്. സർവ്വതിലും എനർജിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാളെ ദ്രോഹിക്കുവാണെങ്കിൽ നമ്മൾ ആരെ തന്നെയാണ് ദ്രോഹിക്കുന്നത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു വിഷമം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാളോട് നമ്മൾ ക്ഷമിച്ചാലോ, ഒരാളോട് നമ്മൾ പുറത്താലോ, അവർ ചെയ്ത തെറ്റിന് നമ്മൾ പൂർണ്ണ മനസ്സാലെ അവരോട് ക്ഷമിച്ചാലോ, നമ്മൾ ആരോടാണ് ക്ഷമിക്കുന്നത്? നമ്മൾ നമ്മളോട് തന്നെയാണ് ക്ഷമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷമയ്ക്കും ഈ പൊറുക്കുന്നതിനും ഒക്കെ വലിയ വിലയുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിന് വലിയ വിലയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പോസിറ്റീവായ എനർജിയെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ എനർജി എത്ര കൂടുതലാണോ അത്രയും നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങളത്തെ എനർജി എത്ര കൂടുതലാണോ അത്രയും നിങ്ങൾ ഈ പ്രകൃതിയോട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ എനർജി എത്രയും കൂടുതലാണോ അത്രയും നിങ്ങളുടെ അതേ എനർജി ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുമുട്ടാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, നിങ്ങളുടെ എനർജി ഹൈ ആകുമ്പോൾ നിങ്ങൾ ഹൈ എനർജിയുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങും. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ചവരെ നിങ്ങൾ മുന്നിൽ വന്ന് കാണാൻ തുടങ്ങും. നിങ്ങൾ ഇന്ന് ആഗ്രഹിച്ചാൽ മതി, നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ മതി, ഇന്നയാളെ കാണണം, അയാളെ ഈ പ്രകൃതി തന്നെ നിങ്ങളുടെ മുമ്പിൽ, അല്ലെ വ്യക്തി മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ പ്രകൃതിയുമായിട്ട് അത്രയും അറ്റാച്ച്ഡാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും മൊബൈലിലും ടി വിയിലും ഇൻ്റർനെറ്റിലും എൻഗേജ്ഡ് ആയിട്ടിരുന്ന് ഫുൾ ടൈം രാവിലെ മുതൽ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ മൂലപ്രകൃതിയോട് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അതുമായിട്ട് നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രകൃതി അറിയാൻ പറ്റാത്തത്. നമ്മളിപ്പോഴും കൊതിക്കാറുണ്ട് മഴയത്തിറങ്ങി നടക്കാൻ, ചെരുപ്പില്ലാതെ മണ്ണിലൂടെ നടക്കാൻ, പാടത്തിൻ്റെ വരമ്പത്തൂടെ പോകാൻ, മാങ്ങ പറിക്കാൻ. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. കുളത്തിൽ കുളിക്കാൻ. ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വരുന്നത്? ഇതാണ് നമ്മുടെ ഡിഫോൾട്ടായ നമ്മൾ പ്രകൃതിയുമായി എത്രയും കണക്റ്റഡ് ആയിരിക്കുക. ചെരുപ്പില്ലാതെ മണ്ണിലൂടെ നടക്കുക, രാവിലത്തെ വെയിൽ കൊള്ളുക, ഈ പ്രകൃതിയോട് നന്ദി പറയുക, കിളികൾ പറക്കുന്നത് കാണുക, തണലത്ത് പോയി ഇരിക്കുക. ഇതൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അകാലത്തിൽ നമ്മൾ ഡൗൺ ആവുന്നതും നമ്മളിൽ വാർദ്ധക്യം വരുന്നതും. ചെറുപ്പത്തിലേ വാർദ്ധക്യം. പലരും ജീവനുള്ള ശവമായിട്ടാണ് പലരുടെയും ജീവിതം. ഒരു എനർജിയില്ല. ഇങ്ങനെ അയ്യോ രാവിലെ ഹോസ്പിറ്റലിൽ പോക്ക്, ഒരാഴ്ച 2 തവണ ഹോസ്പിറ്റലിൽ പോകും, ഗുളികകൾ മാത്രം കഴിച്ച് ജീവിക്കും. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കത്തെ എന്താണ്? വേണ്ട വെയിൽ നമ്മൾ കൊള്ളാറില്ല, വേണ്ട ജലം നമ്മൾ കുടിക്കാറില്ല. പകരം നമ്മൾ ഹോട്ടലിലും അവിടുന്ന് ഇവിടുന്നും ആഹാരം കഴിച്ച് നമ്മുടെ എനർജിയെ വീണ്ടും വീണ്ടും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എനർജിയെ നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേര് വിളിക്കും. അതിനങ്ങനെ വിളിക്കണോ വിളിക്കണ്ടായോ അതൊന്നും നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊരു പേരിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? അതായത് നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണ മനസ്സാലെ ആഗ്രഹിച്ച് അത് നമ്മൾ നേടിയെടുത്തു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മളിലോട്ട് എത്തും. അതായത് നാളെ എനിക്കൊരു കാറ് വേണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു മെർസിഡീസ് ബെൻസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് പൂർണ്ണ മനസ്സാലെ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന പൂർണ്ണ ഫീലിംഗ് ആയിട്ട് ആ ബെൻസിനെ പറ്റി ആലോചിക്കുന്നു, ആ ബെൻസിൽ യാത്ര ചെയ്യുന്നതായിട്ട് നടക്കുന്നു എന്ന് ചിന്തിച്ച് അതിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ച് നടന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത് എന്നിലേക്ക് എത്തിച്ചേരും. കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നും, ഇല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പ്രകൃതിക്ക് വിട്ടേക്കൂ, ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ വിട്ടേക്കൂ. എങ്ങനെയെന്നുള്ളത് നിങ്ങളെക്കാളും വലിയ ശക്തികൾ ഇവിടെ ഉണ്ട്, നിങ്ങളെക്കാളും ഹയർ എനർജി ഉണ്ട്. അത് നിങ്ങൾ തന്നെയാണ്, അത് വേറൊരു കാര്യം. പക്ഷേ നിങ്ങളത് വിട്ടേക്കൂ, എങ്ങനെയെന്നുള്ളത് വിട്ടേക്കൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം. എനിക്ക് ചിറക് വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം വരുമായിരിക്കും, പക്ഷേ റിയലിസ്റ്റിക് ആവുന്നതാണ് എന്നും നല്ലത്. തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. ആ ചെറിയ ചെറിയ ടാർഗറ്റുകൾ നിങ്ങൾക്ക് നേടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തെ കളി എന്തുവാണ്. അങ്ങനെ നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മുടെ വലിയ വലിയ ജീവിതത്തിലെ ടാർഗറ്റുകൾ നേടുക. ആദ്യമേ തന്നെ അടുത്ത മാസം മുതൽ 5 ലക്ഷം രൂപ കിട്ടണേ, അങ്ങനല്ല. ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. നിങ്ങളുടെ മനസ്സ് പ്രശ്നം നിങ്ങൾക്ക് 1 കോടി വേണേലും നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് 5 കോടി വേണേലും പറയാം.
പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളതിനെ വെച്ചോളൂ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. ഈ കളി മുഴുവൻ ഇരിക്കുന്നത് ഉപബോധ മനസ്സിനകത്താണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ, അതിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങളിരുന്ന് പറയും എനിക്ക് 5 കോടി വേണം, ഞാൻ 5 കോടി നേടിയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഉപബോധ മനസ്സ് പറയും എന്ത് പേടി 500 രൂപ കയ്യിലില്ല, നീ 5 കോടി എവിടെ നിന്ന് കിട്ടാൻ? അങ്ങനൊരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ആദ്യം നിങ്ങൾ വെക്കുക. ആ ലക്ഷ്യങ്ങൾക്കാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയിടുക നിങ്ങളുടെ മുഴുവൻ ആഗ്രഹം. 4 സ്ഥലങ്ങളിലാണ് നമ്മൾ കാര്യങ്ങളെ നോക്കേണ്ടത്. 1 ഹെൽത്ത്, ആരോഗ്യം, ഒന്നാമത്തേത് ഒരു വ്യക്തിയുടെ ഹെൽത്ത്. 2 റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. 3 അയാളുടെ കരിയർ, അയാളുടെ തൊഴിൽ. 4 അയാളുടെ സമ്പാദ്യം. ഈ 4 മേഖലകളിലും നമുക്ക് ഔന്നത്യത്തിലെത്തണം. ഈ 4 മേഖലകളിലും എത്തിയെങ്കിലേ നമ്മുടെ ജീവിതം പൂർണ്ണമായി വിജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെൽത്ത്, ഇന്ന് മുതൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും രാവിലെ എഴുന്നേൽക്കുമ്പം മസ്റ്റായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുലുക്കിയിട്ട് കുടിക്കണം. കാരണം വെള്ളത്തിനകത്ത് എന്താണുള്ളത്? എനർജി. നിങ്ങളതിനെ കുലുക്കിയിട്ട് കുടിക്കുക. അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂട്ടുക. വെള്ളം എല്ലാവരും കുലുക്കി കുടിക്കുക. 2 ഡെയിലി എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളപ്പം ഒരു പാട്ട് വെക്കുക, അല്ലെ 2 പാട്ട് വെക്കുക. ഒന്നുമില്ല, വീട്ടിനകത്ത് തന്നെ ഡാൻസ് കളിക്കുക. ഒരു നാണവും വിചാരിക്കേണ്ട. എനിക്ക് എന്തെങ്കിലും നാണമുണ്ടോ? ഒരു നാണവും വിചാരിക്കേണ്ട, അങ്ങ് കളിക്കുക. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ സ്റ്റെപ്പൊക്കെ വളരെ മോശമാണ്, പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാളും നല്ല സ്റ്റെപ്പ് അറിയാമെന്ന് എനിക്കറിയാം. നമ്മൾ ഡാൻസ് കളിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടി. സോ യു മസ്റ്റ് ഫീൽ കണക്റ്റഡ്. അതാണ് അതിലെ കാര്യം. നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. അപ്പോഴാണ് നമുക്കത് ദിവസവും ചെയ്യാൻ പറ്റും. 1 നല്ലോണം വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക. 2 എക്സസൈസ് ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡാൻസ് കളിക്കുക. രാവിലെയും വൈകിട്ടും കളിക്കാൻ പറ്റിയ അത്രയും നല്ലത്. വെറുതെ ഇരിക്കുമ്പം ഇവിടെ ഓഫീസിൽ ഇരിക്കുവാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇടയ്ക്ക് ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഒന്ന് നടക്കുക, ഒന്ന് വെറുതെ ഇരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേൽക്കുക. എനർജിയെ കൂട്ടി വെക്കുക. ഫുൾ ഡേ എനർജി ഡൗൺ ആവാൻ അനുവദിക്കാതിരിക്കുക. 1-2 മണിക്കൂർ കൂടുമ്പം, 1-2 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങളൊരു അലാറം വെച്ചുകൊള്ളൂ. 1-2 മണിക്കൂർ കൂടുമ്പം ഈ അലാറത്തിനകത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ഇപ്പോൾ ആക്റ്റീവാണോ? കാരണം നമുക്കൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ പാറ്റേൺ എന്താണ്? ഡൗൺ ആയിരിക്കാം, വിഷമിച്ചിരിക്കുന്നതിലൂടെ നമുക്കൊരു കിക്കുണ്ട്. നമ്മൾ വിചാരിക്കും വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഏതാണ്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് വിഷമിച്ചിരിക്കുന്ന പടം കാണാനും താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ആകാശദൂത് പോലൊരു സിനിമ വിജയിക്കില്ല. നമുക്ക് വിഷമവും വേണം. നമുക്ക് ഭയം ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ത്രില്ലർ സിനിമകൾ കാണാനും അല്ലെങ്കിൽ ഭൂതപ്രേതങ്ങളുടെ പടങ്ങൾ കാണാനും പോകുന്നത്. നമുക്കൊരു കിക്ക് കിട്ടും ഭയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ ഹൊറർ മൂവീസ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഹൊറർ മൂവീസ് കാണാൻ പോകും. നമുക്ക് ഭയം ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് ഹൊറർ മൂവീസ് കാണുന്നത്? നമുക്ക് ഭയം ഇഷ്ടമാണ്. അപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്കൊരു കിക്കാണ്, നമുക്കൊരു സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് നമ്മുടെ ഒരു സോണായിപ്പോയി, ഒരു കംഫർട്ട് സോണായിപ്പോയി. അത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ അയാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, എനിക്ക് 5 കോടി രൂപ അടുത്ത മാസം മുതൽ വേണേ. പ്രകൃതി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതി, അല്ലെ നിങ്ങളാ ഈശ്വരൻ എന്ന് വെച്ചു. നിങ്ങളുടെ മുമ്പിൽ ഒരാളിങ്ങനെ പറയുക, അടുത്ത മാസം മുതൽ എനിക്കൊരു മെർസിഡീസ് കാർ വേണേ. അയ്യോ, നിങ്ങളെന്തോ പറയും? എടേ ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കടേ, ആദ്യം സ്വന്തം കാലിലൊന്ന് എഴുന്നേറ്റ് നിൽക്കടേ, എന്നിട്ട് പറയടേ ഇനിയും വേറൊരു വെർഷൻ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. 2 കോടി രൂപ പ്രതിമാസം എനിക്ക് നേടിത്തരുന്നതിന് എൻ്റെ പ്രകൃതിയോട് ഞാൻ 1000 നന്ദി പറയുന്നു. 2 പേർക്കും ഇവിടെ കിട്ടിയിട്ടില്ല പണം. ആദ്യം പറഞ്ഞാക്കും കിട്ടിയിട്ടില്ല, ഇപ്പോൾ പറഞ്ഞാക്കും കിട്ടിയിട്ടില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. പ്രകൃതിക്കും തോന്നും. ആ ചോദിച്ചവൻ്റെ ചോദ്യം കേട്ടില്ലേ, അവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ, അവനിലെ പ്രസരിപ്പ് കണ്ടില്ലേ? ഇട്ട് തരും. അത് പ്രകൃതി ഏതെങ്കിലും മാർഗത്തിൽ കൂടെ 2 കോടി കിട്ടിയില്ലെങ്കിൽ 50 ലക്ഷമെങ്കിലും തരും. ഇതായിരിക്കണം നമ്മുടെ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്.
അപ്പോൾ ഓരോ സമയവും നിങ്ങൾ 2 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തോട്ട്സ് എങ്ങനെ ആയിരിക്കും? എന്തെങ്കിലും അൾട്ടിമേറ്റ് നെഗറ്റീവിനെ പറ്റിയായിരിക്കും. നിങ്ങളപ്പോൾ പറയും, അയ്യോ നിങ്ങൾക്കിതൊക്കെ പറയാം, ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. വിഷമത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വിഷമമേ വരത്തുള്ളൂ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൊല്യൂഷന് വേണ്ടിയല്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്നും നമുക്കിവിടെ സോൾവ് ചെയ്യാനില്ല. നിങ്ങൾ പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കും. നിങ്ങളങ്ങ് മാറുക. പ്രശ്നങ്ങളെക്കാളും വലുതാണ് നിങ്ങൾ. ഇത് മനസ്സിലാക്കിയോ? നിങ്ങൾ ഈ പ്രശ്നങ്ങളെക്കാളൊക്കെ ഒരുപാട് വലുതാണ്. നമ്മുടെ സൈസിനനുസരിച്ച് ഇപ്പം ഞാനൊരു ട്രെയിൻ വരുന്നതിൻ്റെ മുമ്പിൽ ഒരു എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്നെ ഇടിച്ച് തെറിപ്പിച്ച് ട്രെയിൻ അങ്ങ് പോകും. കാരണം എന്താണ്? ട്രെയിനെ സംബന്ധിച്ച് അത് ഞാനൊരു പ്രശ്നമേ അല്ല, ഞാനൊരു ഒബ്ജക്ഷനേ അല്ല. ഞാനൊരു തടി കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ വെക്കും, ഒരു സൈക്കിൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ അതിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകും. കാരണം എന്താ? ട്രെയിൻ അത്ര ഫാസ്റ്റിലാണ് പോകുന്നത്. അതുപോലെ എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ഒന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോവാതെ നിങ്ങളെ മാറ്റിപ്പിടിക്കുക, നിങ്ങളുടെ എനർജിയെ കൂട്ടിപ്പിടിക്കുക. നിങ്ങളെപ്പോഴും പ്രസരിപ്പോട്. അതെങ്ങനെ പ്രസരിപ്പോട് നിൽക്കാൻ പറ്റുന്നേ? എല്ലാ ഫീലിങ്സും നിങ്ങൾ ഓർത്തോളൂ. നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്നതും നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതും എല്ലാ ഫീലിങ്സും വെറും കള്ളമാണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ കള്ളമാണ്. ഈ നിമിഷം നിങ്ങൾക്ക് ഞാൻ ഫീലിങ്സ് എന്തോന്ന് മാറ്റിത്തരാം. ഇപ്പം ഞാൻ ലജ്ജാവതിയെ എന്ന് പറഞ്ഞൊരു പാട്ടിട്ടിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കളിക്കും? ലജ്ജാവതിയെ അല്ലല്ലോ, ലജ്ജാവതിയെ എൻ്റെ കള്ളക്കട കണ്ണിൽ. അപ്പോഴാണ് ഞാനിരുന്നേ, അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും ചെറുത്ത. ആ പാട്ട് അങ്ങോട്ട് ഇടുമ്പോഴോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആവും? ഇതാണോ? നിങ്ങളിങ്ങനെ അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും. അപ്പോഴാണ് ഞാൻ ഇരുന്നേ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു സുഖം. ആ പാട്ടിടുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തുമായിരിക്കും? 3 പാട്ടിനകത്ത് നമ്മുടെ ബോഡിയിൽ 3 രീതിയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഫീലിങ്സ് 3ആണ്. അപ്പോഴാണ് നമ്മൾ വേറെ ഏത് പാട്ടാണ്? ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തുമായിരിക്കും? ഒരു വിഷമ ഫീലിങ്സിലോട്ട് പോകും. അപ്പോൾ ഈ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വെറും കള്ളമാണ്. നിങ്ങൾക്കതിനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ട് ഫീലിങ്സിനെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിനെ മാറ്റിയെടുക്കാം. നിങ്ങൾ രാവിലെ മുതൽ ആ ഫീലിംഗും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അയ്യോ ഫീലിങ്സ് ആരുടെ കയ്യില്ല? ഫീലിങ്സ് മാറ്റണേൽ ആരാ? വെളിയിലുള്ള ഒരാളാണ് ഫീലിങ്സ് മാറ്റേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നമ്മുടെ ഉള്ളിലാണ്. ഒരു നിമിഷം കൊണ്ട് മാറണമെന്ന് വെച്ചാൽ നമ്മുടെ ഫീലിംഗ് മാറും. അപ്പം നമുക്ക് ഫീലിങ്സ് മാറ്റിപ്പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറാൻ തുടങ്ങും. നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറാൻ തുടങ്ങിയാൽ നമ്മുടെ ആക്ഷൻ മാറും. നമ്മുടെ ആക്ഷൻ മാറിയാൽ നമ്മുടെ ജീവിതം മാറും. നിങ്ങൾക്ക് ചിന്തകളുടെ മേളിൽ ഒരു കൺട്രോളുമില്ല. 10,000-കണക്കിന് ചിന്തകളാണ് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിലാണ് പിടിക്കാൻ പറ്റുന്നത്? ഫീലിങ്സ്. ചിന്തകൾ നമ്മളെ എവിടോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്? ഫീലിങ്സിലോട്ട്. അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നു, അതൊരു ഫീലിംഗാണ്. ഞാൻ സന്തോഷവാനായിരിക്കുന്നു, അതും ഒരു ഫീലിംഗാണ്. അപ്പം ചിന്തകളിൽ നമുക്ക് കൺട്രോളില്ല. നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ പിടിക്കാം. നമ്മുടെ ഫീലിങ്സിനെ ഒരു നിമിഷം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പാട്ടിനനുസരിച്ച് നമ്മുടെ ഫീലിങ്സ് മാറുമെങ്കിൽ എന്തിനാണ് നമ്മൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നിങ്ങൾ പറ, നിങ്ങളൊരു ദൈവമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തിരിക്കുകയാണ്. എപ്പോഴും വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഒരാൾക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്കൊരു എംപ്ലോയി ഉണ്ടെന്ന് വെച്ചു, എപ്പോഴും കരഞ്ഞു കൂവി രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാണോ നിങ്ങൾ അവസരം കൊടുക്കുന്നത്? അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കത് വേണം ഇത് വേണമെന്ന്. അയാൾക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്? അത് എപ്പോഴും മറ്റേയാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. എങ്കിൽ കൂടിയും നിങ്ങളുടെ ഓഫീസിൽ അയാളെ വർക്ക് ചെയ്യുന്നത് രീതി, എല്ലാവരെയും ഡീൽ ചെയ്യുന്ന രീതി, അയാളുടെ ബോഡി ലാംഗ്വേജ് വേറെ. നിങ്ങൾ ആർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്? മനുഷ്യരായ നമ്മൾ പോലും രണ്ടാമത്തെ ആൾക്കേ പ്രിഫറൻസ് കൊടുക്കൂ. കാരണം എന്താണ്? ഹി ഡിസേർവ്, അല്ലെ ഷീ ഡിസേർവ്സ്. അപ്പോൾ ഈ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പക്ഷപാതവും കാണിക്കാത്ത ഈ പ്രപഞ്ചം ആരെ സഹായിക്കുമെന്ന് നമുക്ക് തോന്നുന്നത്? ആർക്കാണോ അതിന് അവകാശമുള്ളത് അവർക്കേ കൊടുക്കൂ. അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫീലിങ്സിൻ്റെ പുറത്ത് വീണു പോകരുത്. നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കുക.
ഞാൻ പറഞ്ഞല്ലോ, ഫീലിങ്സ് വെറും കള്ളമാണ്. ഒരു പാട്ട് കൊണ്ട്, ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ മാറ്റിയെടുക്കാം. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഫീലിങ്സ് രാവിലെ മുതൽ രാത്രി വരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളത് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ടത് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു പാറ്റേൺ അതാണ്. നിങ്ങൾ വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ അതുപോലത്തെ തന്നെ കണ്ടെത്തിക്കൊണ്ടുവരും. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് സത്യം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ശരി, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ശരി, സത്യം അതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല ഫംഗ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ ദിവസം രാവിലെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കും. എല്ലാം അങ്ങോട്ട് മുഹൂർത്തത്തോട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്തായിരിക്കും അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാ വീട്ടിലും അങ്ങനെയുള്ള ആൾക്കാർ കാണും. ഞാൻ ആരെയാണ് പറയുന്നതെന്നൊക്കെയുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അമ്മമാർ, അമ്മായിമാർ, ചേട്ടന്മാർ, എനിക്ക് ഒരുപാട് പേരില്ലേ വീട്ടിൽ. ആരെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ കരയും, അല്ലെ അന്ന് ഇവിടെ ഒരു അടി ഉണ്ടാക്കുവരും. അത് അവരുടെ പാറ്റേണാണ്. അവർക്ക് വേണമെങ്കിൽ ആ പാറ്റേൺ ബ്രോക്ക് ചെയ്യാം, പക്ഷേ അവരതൊരിക്കലും അത് അവരുടെ പാറ്റേണാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇത് റിപ്പീറ്റഡ് ആണ്. എപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നാലും അവരങ്ങനെ ബിഹേവ് ചെയ്യും. നിങ്ങൾക്കും അങ്ങനെ ആവണമെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നേച്ചർ അതുപോലെ ആയിരിക്കും. ഇത് മാറ്റണമെങ്കിൽ എന്തോ ഒന്നുമില്ല. മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒരു മൂമെൻറ്റ്സ് മതി. ഒരു പാട്ട് പാടിയാൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് മാറി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ബോഡി ഒന്ന് മാറുക. ഡിങ് ഡിങ് ഇങ്ങനെ ഒന്ന് ഇതേണ്ട. യെസ് 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 യെസ്. നിങ്ങളിൽ ആ പ്രസരിപ്പ് വരും, നിങ്ങളിൽ ആ തെളിച്ചം വരും. ഇത്രയും നിസ്സാരമാണ്. ഒരു മ്യൂസിക്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു വാഷ്റൂമിൽ പോയിട്ട് കുറ്റിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ തന്നെ നോക്കുക. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ഐ ലവ് യു. എന്തോ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നാട്ടുകാർക്കെല്ലാം വേണ്ടി ഇങ്ങനെ ജീവിക്കും. നാട്ടുകാരോടെല്ലാം, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കണ്ണാടി പോയിട്ട് എടാ, എടി, ഡേ, ഐ ലവ് യു എന്ന്? നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചു, ഒരാളെ ഒഴികെ. നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടതും, ആദ്യം ബഹുമാനിക്കേണ്ടതും, ആദ്യം കെട്ടിപ്പിടിക്കേണ്ടതും, ആദ്യം മുത്തം കൊടുക്കേണ്ടതും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ആ കടമ ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അരങ്ങേറുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ നോക്കിക്കോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങും. ഒരു ഐ ലവ് യു തുടങ്ങും. ഒറ്റയ്ക്ക് തുടങ്ങിയാൽ മതി. എല്ലാവരുടെയും മുമ്പിൽ പോയിരുന്ന് പറയണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത പറഞ്ഞാൽ മതി. കണ്ണാടി നോക്കിയിട്ട് ഐ ലവ് യു, താങ്ക് യു. എന്ത് ക്യൂട്ടാ എല്ലാവരും എത്ര ക്യൂട്ടാ. മറ്റുള്ളവർ പറയുമ്പോഴാണോ നമ്മൾ ക്യൂട്ടാവുന്നത്? മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചാണോ നമ്മുടെ ക്യൂട്ട്നെസ്? അതോ ഐശ്വര്യ റായിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഉള്ളൂ ക്യൂട്ട്നെസ്? നമുക്കാർക്കും ഇല്ലേ? നമുക്കെല്ലാം ക്യൂട്ട്നെസ് ഉണ്ട്. ആരുടെ കണ്ണിലില്ലെങ്കിലും നമ്മുടെ കണ്ണിലുണ്ട്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആരുടെ ആവശ്യമില്ലടൂ. സത്യം ഇതാണ്. നമ്മൾ പൂർണ്ണമാണ്. പക്ഷെ നമ്മളതൊരിക്കലും മനസ്സിലാക്കാറില്ല. നമുക്ക് എപ്പോഴും മറ്റൊരാൾ വേണം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ വെച്ചേക്കുന്നത്. അതാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഫീലിങ്സിനെ ബ്രേക്ക് ചെയ്യൂ, എന്നിട്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കൂ. ഓക്കെ, നമ്മളിവിടെ ഫീലിങ്സിനെ ബ്രേക്ക് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആക്ഷനോട്ട് പോകുന്നതിന് മുമ്പേ നമുക്കൊരു അഫർമേഷൻ ഒന്ന് പറയാം. എന്താണ് ഈ അഫർമേഷൻ? ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമപ്രകാരം നമുക്ക് ഏത് കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇവിടെ സമയവും ദൂരവുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ശങ്കരാചാര്യനെ പറ്റി. നിർഭാഗ്യവശാൽ മലയാളികൾക്ക് പരിചയം കുറവാണ് പുള്ളിയെപ്പറ്റി. കാലടിയിലാണ് ജനിച്ചത്. നമ്മൾ ഉത്തരഭാരതത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹം ആരാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളെ പറ്റിയൊന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്.
ചോദ്യം അതല്ല. ഇന്നത്തെ കാലത്ത് ബസ്സും ട്രെയിനും വിമാനവും എല്ലാം ഉള്ളപ്പോൾ നമുക്കവിടെ ചെല്ലാൻ 4-5 ദിവസം പിടിക്കും. കാരണം എയർപോർട്ടിനോട് ചേർന്നല്ലേ ഈ മടങ്ങളൊന്നും, വീണ്ടും പോകണം. അക്കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹം എങ്ങനെ അവിടെ ചെന്നു? നടന്നായിരിക്കില്ല. ഏതായാലും നടന്നു ചെന്നാൽ 5-6 വർഷം പിടിക്കും. വിമാനം പുള്ളിയുടെ ഇല്ലായിരുന്നു, കാരണം അന്ന് വിമാനം ഇറങ്ങിയിട്ടില്ല, ട്രെയിനും ഇറങ്ങിയിട്ടില്ല, ബസ്സും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും അദ്ദേഹം അവിടെ ചെന്നത്? ഇതാണ് കാലത്തിനും സമയത്തിനും അതീതമായ ലോ ഓഫ് അട്രാക്ഷനിൽ നടക്കുന്ന മിറാക്കിൾ. ഇതിന് 4th ഡയമെൻഷൻ എന്നോ 5th ഡയമെൻഷൻ എന്നോ ഒക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇനിയും വരട്ടെ അറിവുകൾ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അതിനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതാണ് സംഭവിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും. അപ്പോൾ ഈ സമയവും സ്പേസും ഇല്ല എന്ന് പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ഒരു അഫർമേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കതായത് നമുക്ക് ഏത് കാര്യമാണോ വേണ്ടത്, എനിക്കിപ്പോൾ ഒരു മെർസിഡീസ് കാറാണ് വേണ്ടതെന്ന് വെക്കുക. അപ്പോൾ എൻ്റെ അഫർമേഷൻ എങ്ങനെ ആയിരിക്കണം? എനിക്കൊരു കാറ് വേണം എന്നാവരുത്, വ്യക്തമായിരിക്കണം. നമ്മുടെ അഫർമേഷൻസ് വ്യക്തമായിരിക്കണം. എനിക്ക് ഏത് കാറ് വേണം, ഏത് കളറുള്ള കാറ് വേണം, ഏത് കമ്പനിയുടെ കാറ് വേണം, എത്രയും നിങ്ങളതിനെ വ്യക്തമായിട്ട് എഴുതുന്നോ അത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കാറ് കിട്ടും. പിന്നെ പറയരുത് കളിപ്പാട്ടത്തിൻ്റെ കാറായിരുന്നു. എനിക്ക് മെർസിഡീസിൻ്റെ ഏത് കളറുള്ള ഏത് മോഡൽ വേണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. അത് വ്യക്തമായിട്ട് എഴുതിയാൽ മാത്രം പോരാ, നമ്മുടെ അഫർമേഷൻസ് വർത്തമാന കാലത്തിലായിരിക്കണം, പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. മറക്കരുത്, പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. പ്രസൻറ്റ് ടെൻസിലാവേണ്ട കാരണം എനിക്ക് മാസം 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടണേ എന്നല്ല പറയേണ്ടത്. മാസം 2.5 ലക്ഷം രൂപ കിട്ടുന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. അതായത് നിങ്ങൾക്ക് ആൾറെഡി ഇപ്പം അത് കിട്ടി എന്ന് വിശ്വസിച്ച് അതേ ബോഡി ലാംഗ്വേജിലും അതേ ഫീലിങ്സിലും നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്? ആ സന്തോഷമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, ആ ഫീലിങ്സ്, അതാണ് ഈ ഫീലിങ്സിൽ നിന്നാണ് നിങ്ങളുടെ ബിലീവ് ഉണ്ടാവുന്നത്. ബിലീവാണ് എല്ലാം നേടിയെടുക്കുന്നത്, നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലിരിക്കുന്നു അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ്, നിങ്ങളുടെ ബിലീവിൻ്റെ കാരണമാണ്. അപ്പം നമ്മൾ ബിലീവ് മാറ്റണമെങ്കിൽ നമ്മുടെ ഫീലിങ്സ് മാറ്റണം. ഫീലിങ്സ് മാറിയാൽ ബിലീവ് മാറും, ബിലീവ് മാറിയാൽ നിങ്ങളുടെ ആക്ഷൻ മാറും, ആക്ഷൻ മാറിയാൽ സർവവും മാറും. നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഉള്ളതായി അതിനെ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് വേദന എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്. എനിക്ക് എൻ്റെ മുട്ടുവേദന മാറണം എന്ന ആഗ്രഹം, അപ്പം ഞാൻ വേദന എന്നുള്ളതൊരു നെഗറ്റീവ് വാക്കുകളാണ്. നമ്മൾ ഇനിയുള്ള കോഴ്സിൽ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഒരു നെഗറ്റീവ് വാക്കുകളും ഉപയോഗിക്കരുത്. ഓക്കെ, വേദന, മരണം, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ ക്യാൻസൽ ചെയ്യുക. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. എനിക്ക് എൻ്റെ മുട്ടുവേദന മാറണം, അപ്പം ഞാൻ എന്താണ് പറയേണ്ടത്? എൻ്റെ മുട്ടുവേദന മാറിയതിന് നന്ദി എന്നൊരിക്കലും പറയരുത്. എനിക്ക് ഓടി നടക്കാൻ കഴിയുന്നതിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. എനിക്ക് ഓടി നടക്കാൻ കഴിയാൻ പോകുന്നത് കൊണ്ടെന്നല്ല, ഓടി നടന്ന് കഴിഞ്ഞത് കൊണ്ടൊന്നുമല്ല, പ്രസൻറ്റ് ഇപ്പം നിങ്ങൾ നേരെയായി എന്നുള്ള വിശ്വാസം വരണം. ആ വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫീലിങ്സ് പറയുമ്പോൾ കൊണ്ടുവരണം. നിങ്ങൾ നേരെയായി എന്നുള്ള വിശ്വാസം നിങ്ങൾ കൊണ്ടുവരണം. ഓർക്കുക, സമയവും സ്പേസും 3 ഡയമെൻഷനിലേ ഉള്ളൂ, 4th ഡയമെൻഷനിലില്ല. നമ്മൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് 4th ഡയമെൻഷനിലാണ്. നന്ദി.